നമസ്കാരം. ഞാൻ നിങ്ങളെ രസകരമായ ഒരു പ്രസംഗം കേൾപ്പിച്ചുതരാം. ഗൗഡ വന്നാൽ ഗൗഡനെ സ്വീകരിക്കും, വാജ്പേയി വന്നാൽ വാജ്പേയിനെ സ്വീകരിക്കും, അന്തോണി വന്നാൽ അന്തോണിനെ സ്വീകരിക്കും, കരുണാകരൻ വന്നാൽ കരുണാകരനെ സ്വീകരിക്കും. സാക്ഷാൽ സ്വർഗത്ത് പുറത്താക്കപ്പെട്ട ഇബിലീസ് പ്രധാനമന്ത്രിയായ ഇബിലീസിനെ സ്വീകരിക്കും. അല്ലേ? മൂപ്പേർക്ക് പേപ്പറിൽ പോട്ടം വന്നാൽ മതി. സുന്നത്തിയമായ തിന്നാ സംരക്ഷിക്കപ്പെടും. ദീനല്ലേ അള്ളാന്റെ ദീന്. ഇപ്പൊ അത്ര തന്നെയല്ല, അന്നത്തെ അത്ര. എന്താ ലാഭമല്ലാന്ന് അവർക്ക് തോന്നി. കാരണം ആരാ ഭരണത്തിൽ വരുന്നു അവരൊക്കെ സ്വീകരിക്കാൻ പോകുന്നു. ഇവർക്ക് പിന്നെ തിരിഞ്ഞ് അന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഏത് സാഹചര്യത്തിലാണ് അവർക്ക് ഇത് പറയേണ്ടി വന്നത് എന്ന് മനസ്സിലായല്ലോ അല്ലേ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന അവരുടെ, അതായത് ആ മതത്തിൽപ്പെട്ട ഒരു വളരെ പ്രായം ചെന്ന ഒരു പുരോഹിതൻ, അദ്ദേഹത്തിന് ഗ്രാൻഡ് മുഫ്തി സ്ഥാനമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് സോഷ്യൽ മീഡിയയിലും മറ്റും കിടന്നുണ്ട് 16 തട്ടായിട്ട് നിന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുക പരസ്പരം. എന്താ കാരണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വന്ന കാന്തപുരം മാധ്യമങ്ങളോടായിട്ട് പറഞ്ഞത്രേ, അല്ലെങ്കിൽ പറഞ്ഞു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. പിന്നെ എന്ത് പറയണമായിരുന്നു? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയണമായിരുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം നമുക്കറിയാം, അതിൻ്റെ എത്രയോ ഇരട്ടി ഇന്നുണ്ട്. സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്ത് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇത്രയേറെ ജനസംഖ്യ വർധന വരുത്താൻ പറ്റുന്നത്? ഇനി ഭരണഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തോരം ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണിവർ. എന്നാൽ അതേ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും അവർ വകവെക്കത്തുമില്ല. അപ്പോൾ ഭരണഘടനയുടെ പേര് പറഞ്ഞുകൊണ്ടാണെങ്കിലും അത് ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അവകാശങ്ങളൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് പറയാൻ പറ്റും. ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന്? പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെക്കാൾ, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെക്കാൾ, അഫ്ഗാനിലെ മുസ്ലിങ്ങളെക്കാൾ 100 മടങ്ങ് സുരക്ഷിതരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഇന്ത്യയിൽ ഒരു പള്ളിയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബോംബ് പൊട്ടാറില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇതിൽ എന്നെ ചിരിപ്പിച്ച, രസിപ്പിച്ച സംഗതി ഇതൊന്നുമല്ല. ഓരോ അവസരത്തിലും നമ്മുടെ മീഡിയ വടലെ അടുപ്പൂട്ടി ജിഹാദി ദാവൂദ് അടക്കമുള്ളവർ, സോഷ്യൽ മീഡിയയിലെ ജിഹാദി അബീദ് അടിവാരമടക്കമുള്ളവർ, അതേപോലെ മുഖമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഫേക്കിൽ നടക്കുന്ന അനവധി ജിഹാദി ചുടാപ്പികൾ അടക്കമുള്ളവർ, ഹിന്ദുവിലെ ജാതി പറഞ്ഞവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പരമാവധി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ പേരിൽ അവർ 16 തട്ടായിട്ട് നിന്നിട്ട് പരസ്പരം തെറി വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, കയ്യാങ്കളിക്ക് വരെ പൊതിരുന്നു. എന്തൊരവസ്ഥ! ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കാൻ പറ്റൂ? അതിൽ തന്നെ 100 കൂട്ടം വിഭാഗങ്ങളാണ്. AP എന്നും BP എന്നും സുന്നി എന്നും ഷിയ എന്നും. സമസ്തയെ തന്നെ പല തട്ടാണ്, ലീഗിൽ തന്നെ പല തട്ടാണ്, ജമാഅത്തിൽ തന്നെ പല തട്ടാണ്. അങ്ങനെയുള്ളവരാണ് ഹിന്ദുവിലെ ജാതി പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരൊറ്റ വിഷയത്തിൽ അവർ തമ്മിൽ തല്ലുകയാണ്. ഇതൊക്കെ കേട്ടാൽ തോന്നും കാന്തപുരം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ കാണുന്നതെന്ന്. ആണോ? കാന്തപുരം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇന്ത്യ ഭരിച്ച ഒട്ടുമിക്ക പ്രധാനമന്ത്രിമാരെയും അദ്ദേഹം പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ സാധാരണ കാര്യമാണ്. പക്ഷേ ഇവരെ ചൊടിപ്പിച്ചത് അതൊന്നുമല്ല. പുറത്തിറങ്ങി വന്നിട്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറയണമായിരുന്നു? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയണമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഉണ്ടോ? ഇവിടുത്തെ ഹിന്ദുവിനേക്കാളും സുഖമാണ് ഇവിടുത്തെ മുസ്ലിമിന്. അവൻ്റെ കുട്ടികൾക്ക്, അവരുടെ വിദ്യാഭ്യാസത്തിന്, ജോലിക്ക്, മറ്റെന്തിനും ഇവിടുത്തെ ഭൂരിപക്ഷത്തേക്കാൾ സുഖമാണ് അവർക്ക്. ജനസംഖ്യാ വർധനവിനടക്കം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുപോലും പാലിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷമാണ്. പിന്നെ ആരെ പറ്റിക്കാനാണ് നീയൊക്കെ ഈ അഭ്യാസം കാണിക്കുന്നത്? ഇതൊന്നും ഇതേപോലെ മറയില്ലാതെ പറയാൻ മുൻ തലമുറ മടിച്ചിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പാർശ്വവൽക്കരിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും നിങ്ങൾ മാത്രമായിരിക്കും. അതിന് കാരണവും ഉത്തരവാദികളും നിങ്ങൾ മാത്രമായിരിക്കും. ഗൗഡ വന്നാൽ ഗൗഡനെ സ്വീകരിക്കും, വാജ്പേയി വന്നാൽ വാജ്പേയിനെ സ്വീകരിക്കും, അന്തോണി വന്നാൽ അന്തോണിനെ സ്വീകരിക്കും, കരുണാകരൻ വന്നാൽ കരുണാകരനെ സ്വീകരിക്കും. സാക്ഷാൽ സ്വർഗത്ത് പുറത്താക്കപ്പെട്ട ഇബിലീസ് പ്രധാനമന്ത്രിയായ ഇബിലീസിനെ സ്വീകരിക്കും. അല്ലേ? മൂപ്പേർക്ക് പേപ്പറിൽ പോട്ടം വന്നാൽ മതി. സുന്നത്തിയമായ തിന്നാ സംരക്ഷിക്കപ്പെടും. ദീനല്ലേ അള്ളാന്റെ ദീന്. ഇപ്പൊ അത്ര തന്നെയല്ല, അന്നത്തെ അത്ര. എന്താ ലാഭമല്ലാന്ന് അവർക്ക് തോന്നി. കാരണം ആരാ ഭരണത്തിൽ വരുന്നു അവരൊക്കെ സ്വീകരിക്കാൻ പോകുന്നു. ഇവർക്ക് പിന്നെ തിരിഞ്ഞ് അന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല.